തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം. പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരുടെ 7 മാസമായി മുടങ്ങിയ വേതനം ഈ മാസം മുതൽ നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ, തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി, ചീഫ് സെക്രട്ടറി യശ്വന്ത് സിൻഹ, LSGD പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ IAS എന്നിവർ അറിയിച്ചു. പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപ്പാറയുമായി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം അറിയിച്ചത്. 2025 ഡിസംബർ മുതൽ പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പ്ലാൻ ഫണ്ട് നൽകാത്തതിനാലായിരുന്നു ശമ്പളവും മറ്റ് വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ട് കിടന്നിരുന്നത്. 7 മാസത്തെ വേതനം മുടങ്ങിയതോടെ പാലിയേറ്റീവ് നഴ്സുമാർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെയും വീട്ടുവാടകയും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകളും നൽകാൻ ബുദ്ധിമുട്ടിയും പ്രയാസത്തിലായ ഘട്ടത്തിലാണ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ടത്. ഇതിനു മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ 2 തവണ മുഖ്യമന്ത്രി, തദ്ദേശ മന്ത്രി എന്നിവരെ കണ്ട് നിവേദനം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായും തദ്ദേശ വകുപ്പ് മന്ത്രിയുമായും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ, ചീഫ് സെക്രട്ടറി എന്നിവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും പാലിയേറ്റീവ് നഴ്സുമാരുടെ മുടങ്ങിയ വേതനം നൽകാനും തീരുമാനമാവുകയുമായിരുന്നു. ഈ മാസാവസാനത്തോടെ മുടങ്ങിയ വേതനം നൽകുമെന്നാണ് ബന്ധപ്പെട്ടവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള പ്ലാൻ ഫണ്ടിന്റെ അവസാന ഗഡുക്കൾ സർക്കാർ നൽകാത്തതുകൊണ്ടായിരുന്നു പാലിയേറ്റീവ് നഴ്സുമാരുടെ ശമ്പളമടക്കമുള്ള കാര്യങ്ങൾ തടസ്സപ്പെട്ടിരുന്നത്. ഇതുമൂലം പാലിയേറ്റീവ് കെയർ പ്രവർത്തനം തന്നെ സ്തംഭനാവസ്ഥയിലാവുന്ന രീതിയിലായിരുന്നു. പാലിയേറ്റീവ് നഴ്സുമാരുടെ മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും പാലിയേറ്റീവ് കെയറിന് ആവശ്യമായ ഫണ്ടും വകയിരുത്തി ഈ മാസം അവസാനത്തോടെ തന്നെ നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.